നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ അടിയറവ് പറഞ്ഞെന്ന് മുൻ മന്ത്രി VN വാസവൻ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം തകർന്നെന്നും വാസവൻ. ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ ആർപ്പൂക്കര ചുണ്ടൻ നീരണിയുന്നു. ഓഗസ്റ്റ് 2-ന് വള്ളം നീറ്റിലിറക്കും. ആർപ്പൂക്കര ഗ്രാമത്തിന്റെ ആഗ്രഹം പൂർത്തിയായെന്ന് ഭാരവാഹികൾ. കോട്ടയം ജില്ലയിൽ നാളെയും ഓറഞ്ച് അലർട്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം. പാലായിൽ നഗരസഭാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 19-ന്. ലിസിക്കുട്ടി മാത്യുവിനെയോ മായ രാഹുലിനെയോ LDF പിന്തുണയ്ക്കും. വാർത്തകൾ വിശദമായി. PM ശ്രീ പദ്ധതി നടപ്പാക്കാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുൻ മന്ത്രി VN വാസവൻ. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും മറന്നതായും വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയെ എതിർത്തവർ വാശിയോടെ പദ്ധതി നടപ്പാക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്ന് മുൻ മന്ത്രി VN വാസവൻ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും മറന്നു. PM ശ്രീ ഉയർത്തിയാണ് മുസ്ലിം ലീഗ് അണികളെ പിടിച്ചു നിർത്തിയതെന്നും VN വാസവൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം തന്നെ തകർന്നിരിക്കുന്നു. അവർ PM ശ്രീ ചൂണ്ടിക്കാണിച്ചായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ തങ്ങളുടെ അണികളെ പിടിച്ചു നിർത്താൻ ഏറ്റവും വീറോടും വാശിയോടും കൂടി പ്രസംഗിച്ചയാളാണ് ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഷാജി. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളത് അറബിക്കടലിൽ പിച്ചു ചീന്തി എറിയും എന്നായിരുന്നു ആവേശത്തോടു കൂടി വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചത്. അങ്ങനെ ആവേശത്തോട് പ്രസംഗിച്ചിരുന്ന അദ്ദേഹം തന്നെ ഇപ്പോൾ അതിന് പരവതാനി പിടിച്ച് നടപ്പാക്കണം എന്ന രൂപത്തിലേക്ക് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് സ്വാഗതം ചെയ്യുന്ന സ്ഥിതിവിശേഷം കാണുകയാണ്. അന്നതിനെ എതിർത്തിരുന്ന മുസ്ലിം ലീഗിലെ വിവിധ നേതാക്കന്മാർക്ക് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ചോദ്യത്തിന് മറുപടിയില്ലാതെ വരുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ലീഗിനുള്ളിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ട് സമരം ചെയ്തിരുന്ന ഒട്ടനവധി അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളിലെ പ്രവർത്തകന്മാരുൾപ്പെടെ ഇന്ന് അവരുടെ ലീഡർഷിപ്പിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുന്നത്. എന്തിനാണ് ഞങ്ങളെ തിരിവിറക്കിയത്? എന്തിനാണ് PM ശ്രീയായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങളെ തിരിവിറക്കുന്നത്? നിങ്ങൾ ഇത് രൂപത്തിൽ നടപ്പാക്കാനായിരുന്നുവെങ്കിൽ അന്നേ ഈ കാര്യത്തിന് മറ്റൊരു രൂപത്തിൽ നിലപാടെടുക്കാമായിരുന്നു. ആ ചോദ്യത്തിന് ഇന്ന് ലീഗിന്റെ നേതൃത്വത്തിന് മറുപടി പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് ലീഗ് വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു. PM ശ്രീയിൽ ഒപ്പിട്ടുവെന്ന് ഇടതുപക്ഷത്തെക്കുറിച്ച് ഉന്നയിച്ച ആക്ഷേപങ്ങൾ അസ്ഥാനത്തായിരുന്നുവെന്ന് പാർലമെന്റിൽ ലഭിച്ച മറുപടി വ്യക്തമാക്കുന്നുവെന്നും VN വാസവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആർപ്പൂക്കര ചുണ്ടൻ ഓഗസ്റ്റ് 2-ന് നീരണിയും. രാവിലെ 11 മണിക്കാണ് വള്ളം നീറ്റിലിറക്കുന്നത്. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടനാണ് ആർപ്പൂക്കര ചുണ്ടൻ. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നിർമ്മാണം പൂർത്തിയായി. സ്വന്തമായി ഒരു ചുണ്ടൻ വള്ളം എന്ന ആർപ്പൂക്കര ഗ്രാമനിവാസികളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. നാട് ഒത്തുചേർന്ന് നടത്തിയ ജനകീയ മുന്നേറ്റത്തിലാണ് കോട്ടയത്തെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളം യാഥാർത്ഥ്യമായത്. മധ്യ കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ബഹുജന പങ്കാളിത്തത്തിൽ ഒരു ചുണ്ടൻ വള്ളം ജലോത്സവ ലോകത്തേക്ക് എത്തുന്നത്. 500-ലേറെ കുടുംബങ്ങൾക്ക് ആർപ്പൂക്കര ചുണ്ടനിൽ ഷെയറുണ്ട്. 65 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. എടത്വ കോയിൽമുക്ക് സാബു നാരായണൻ ആചാരി മുഖ്യശില്പിയായി കഴിഞ്ഞ സെപ്റ്റംബറിൽ വള്ളം നിർമ്മാണം ആരംഭിച്ചു. വള്ളത്തിന് 128 അടി നീളമുണ്ട്. മത്സരത്തിൽ 83 തുഴച്ചിൽക്കാരും 5 അമരക്കാരും 7 താളക്കാരും ഉൾപ്പെടെ 95 പേർ ചുണ്ടനിൽ ഉണ്ടാകും. ഓഗസ്റ്റ് 2-ന് നീരണിയുന്ന ആർപ്പൂക്കര ചുണ്ടൻ ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മാറ്റുരയ്ക്കും. ആർപ്പൂക്കരയിൽ വള്ളം നിർമ്മിക്കുന്ന മാലിപ്പുരയ്ക്ക് സമീപം രാവിലെ 11-ന് നടക്കുന്ന ചടങ്ങിന് ശേഷമാണ് നീരണിയൽ. 11-ന് വള്ളം നിർമ്മാണ സമിതിയുടെ മുഖ്യ രക്ഷാധികാരി VN വാസവൻ, ഫ്രാൻസിസ് ജോർജ് MP, നാട്ടകം സുരേഷ് MLA, ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് പഞ്ഞിക്കാരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജിം അലക്സ് എന്നിവർ ഭദ്രദീപം തെളിക്കും. നാടിന്റെ ഉത്സവമാകുന്ന നീരണിയൽ ചടങ്ങിൽ 3000-ലധികം ജലോത്സവ പ്രേമികളെ പ്രതീക്ഷിക്കുന്നതായി മുൻ മന്ത്രി VN വാസവൻ, ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി, പ്രസിഡന്റ് ബിജു വെട്ടൂർ, നിർവാഹക സമിതി അംഗം ബൈജു മാതിരമ്പുഴ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ുണ്ട് ഇവരെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ജനകീയ വികാരം ഒരുമയുടെ രൂപത്തിലേക്ക് എത്തി അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്ന അപൂർവ നിമിഷമാണ് ഓഗസ്റ്റ് 2 ഞായറാഴ്ച ഉച്ചയ്ക്ക് കഴിഞ്ഞതിന് ഉച്ചയ്ക്കിലെ 12:05 ആ സമയമാണ് നീരണിയുന്നത്. ഇത് പെണ്ണാർ തോട്ടിലേക്ക് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു സ്വീകരണം ഉണ്ടാവും. ആ സ്വീകരണത്തിൻ്റെ ഉള്ളടക്കമില്ല അവർ തമ്മിലുള്ള കുറിപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെ പ്രത്യേകമായി തുഴച്ചിക്കാർ ഏറ്റെടുക്കുന്നവരെ ഷെയറുകാരാണ് പറഞ്ഞ് ആ ജംഗ്ഷനിൽ എത്തിച്ചു കൊടുത്ത് ഈ 2-ാം തീയതി 12 മണി എന്ന കാര്യം ശ്രദ്ധേയമായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ചടങ്ങ് ഏറ്റവും പ്രൗഢഗംഭീരമാക്കി മാറ്റുന്നതിനും ജനങ്ങളിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കാനും ഒപ്പം
തിരുവിതാംകൂറിൽ ആദ്യം തുടങ്ങുന്ന ഏറ്റവും ശ്രദ്ധേയമായ മത്സര വള്ളംകളിയാണ് നെഹ്റു ട്രോഫി. ആ നെഹ്റു ട്രോഫിയിൽ ആദ്യം തന്നെ മത്സരിക്കാൻ ഈ ചുണ്ടൻ വള്ളത്തിന് അവസരമുണ്ടാകുന്നത്, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നതെല്ലാം ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഈ ജലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് വരുന്ന എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനും ആർപ്പൂക്കരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആശയം അർത്ഥപൂർണമാകുന്ന ഈ ധന്യ നിമിഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. മുഖ്യ ശില്പി സാബു നാരായണൻ ആചാര്യയെ പൊന്നാട അണിയിച്ച് ആദരിച്ച് ഉപഹാരം സമർപ്പിക്കും. സഹശില്പികൾ മരം വെട്ടിയ രാജേഷ് നടുത്തൊട്ടിയും സംഘവും, വള്ളം നിർമ്മിച്ച മാലിപ്പുരയുടെ സ്ഥല ഉടമ സുഭാഷ് മംഗലശ്ശേരി, തടി നൽകിയ ജോൺ കോയിക്കൽ എന്നിവരെയും ആദരിക്കും. ഉച്ചയ്ക്ക് 12-ന് ശേഷം ചുണ്ടൻ വള്ളം നീരണിയും. വള്ളത്തിന്റെ ഷെയർ ഉടമകൾ വള്ളം തുഴഞ്ഞ് പെണ്ണാർ തോട്ടിലൂടെ ജലഘോഷയാത്രയായി മണിയാപറമ്പിലേക്ക് നീങ്ങും. 2:30-ന് മണിയാപറമ്പ് ചതുർവേണി സംഗമത്തിൽ ചുണ്ടന് വരവേൽപ്പ് നൽകും. തുടർന്ന് നെഹ്റു ട്രോഫിയിൽ ആർപ്പൂക്കര ചുണ്ടൻ തുഴയുന്ന കുമരകം ഇമ്മാനുവൽ ബോട്ട് ക്ലബിന്റെ പ്രദർശന തുഴച്ചിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം ജില്ലയിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവക്ഷിക്കുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. മഴ ശക്തമായ സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്നുള്ള റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 19-ന് നടക്കും. UDF വിമതപക്ഷത്തെ ലിസിക്കുട്ടി മാത്യു, നഗരസഭാ ഉപാധ്യക്ഷ മായ രാഹുൽ എന്നിവരിൽ ഒരാളെ LDF പിന്തുണച്ചേക്കും. പാലായിൽ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 19-ന് നടക്കും. രാവിലെ 11-ന് നഗരസഭാ ഹാളിൽ പാലാ വിദ്യാഭ്യാസ ജില്ലാ ഇൻചാർജ് ഓഫീസർ ജോളിമോൾ ഐസക് വരണാധികാരിയാകും. UDF പിന്തുണയോടെ സ്വതന്ത്ര മുന്നണി കൂട്ടായ്മ അംഗമായ നഗരസഭാ അധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടം LDF അവിശ്വാസത്തെ തുടർന്ന് പുറത്തായ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വനിതാ സംവരണമാണ് അധ്യക്ഷ സ്ഥാനം. കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട 4 വിമത കൌൺസിലർമാരും നഗരസഭാ ഉപാധ്യക്ഷയായ മായ രാഹുലും അടങ്ങുന്ന 5-അംഗ സംഘം നിർദ്ദേശിക്കുന്ന ആരെയും അനുകൂലിക്കുമെന്ന നിലപാടിലാണ് LDF. കോൺഗ്രസിലെ 4 കൌൺസിലർമാരുടെയും സ്വതന്ത്രമായ നഗരസഭാ ഉപാധ്യക്ഷയുടെയും വോട്ടിന്റെ പിൻബലത്തിലാണ് LDFന്റെ അവിശ്വാസ പ്രമേയം പാസായത്. ഉപാധ്യക്ഷയായ മായ രാഹുൽ, കോൺഗ്രസ് വിമത കൌൺസിലർ ലിസിക്കുട്ടി മാത്യു എന്നിവരിൽ ഒരാൾ അധ്യക്ഷയാകാനാണ് സാധ്യത. രണ്ടുപേരും തുല്യ ടേമിൽ അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാണ് പ്രാഥമിക ധാരണയെങ്കിലും ആദ്യ ടേമിനായി ഇരുവരും അവകാശവാദം ഉന്നയിച്ചു എന്നാണ് സൂചന. 26-അംഗ നഗരസഭാ കൌൺസിലിൽ സ്വതന്ത്ര മുന്നണി, സ്വതന്ത്ര എന്നിവരെ ഉൾപ്പെടുത്തി വിശാല സഖ്യം ആയി ഭൂരിപക്ഷത്തിനു വേണ്ട 14 സീറ്റ് തികച്ചായിരുന്നു UDFന്റെ ഭരണം നടത്തിയിരുന്നത്. കോൺഗ്രസ് കൌൺസിലർമാർ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നതോടെ LDF കൊണ്ടുവന്ന അവിശ്വാസം പാസാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. മണിമല വലിയ പാലത്തിൽ ജലപ്രവാഹം. മേജർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയാണ് 30 അടി ഉയരത്തിൽ വെള്ളം ചാടിയത്. മണിമല വലിയ പാലത്തിൽ വൻ ജലപ്രവാഹം. മണിമല മേജർ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വലിയ പാലത്തിൽ സ്ഥാപിച്ച പൈപ്പ് ലൈനിന്റെ വാഷർ പൊട്ടിയതിനാലാണ് 30 അടിയോളം
മീറ്ററോളം ഉയരത്തിൽ വെള്ളം പ്രവഹിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് പൈപ്പ് പൊട്ടിയത്. മുമ്പും ഈ ഭാഗത്ത് നിരവധി തവണ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. ഇത്തവണ ഇത്ര ഉയരത്തിൽ ജലപ്രവാഹം ഉണ്ടായതിനാൽ വാഹനഗതാഗതം കുറച്ചുനേരം സ്തംഭിച്ചു. മണിമല കുളത്തുങ്കലിൽ സ്ഥാപിച്ച പൊതുജല സംഭരണിയിൽ നിന്നും ഉപസംഭരണിയിലേക്ക് പോകുന്ന പൈപ്പ് ലൈനാണ് പൊട്ടിയത്. 1 മണിക്കൂറോളം ജലപ്രവാഹം തുടർന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം മഞ്ഞപ്പള്ളിക്കുന്നിൽ കിണറ്റിൽ കുറുനരി വീണു. എരുമേലിയിൽ നിന്നുള്ള ഫോറസ്റ്റ് സംഘം എത്തി കുറുനരിയെ കിണറ്റിൽ നിന്നും പുറത്തെത്തിച്ചു. പൊൻകുന്നം മഞ്ഞപ്പള്ളിക്കുന്നിൽ കിണറ്റിൽ വീണ കുറുനരിയെ രക്ഷപ്പെടുത്തി. മഞ്ഞപ്പള്ളിക്കുന്ന് മന്ദിരം കിടങ്ങാറ്റ് രാമചന്ദ്രൻ നായരുടെ പുരയിടത്തിലെ കിണറ്റിലാണ് കുറുനരി വീണത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഉപയോഗശൂന്യമായി കാട് കയറി കിടക്കുകയായിരുന്ന കിണറ്റിൽ അബദ്ധത്തിൽ കുറുനരി വീണു പോകുകയായിരുന്നു. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് കുറുനരിയെ കിണറ്റിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് എരുമേലി ഫോറസ്റ്റിലെ RRT എത്തി. പരിശ്രമത്തിനൊടുവിൽ കുറുനരിയെ പുറത്തെടുത്ത് കൊണ്ടുപോയി. ഫോറസ്റ്റ് ഓഫീസർ ഷിജി MG, ബീറ്റ് ഫോറസ്റ്റ് വിനോദ് സുധീഷ്, വാച്ചർ സുഭാഷ്, അഭിഷേക് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തികൾക്ക് മുന്നിൽ തന്റെ പേര് എഴുതി വയ്ക്കില്ലെന്ന മാതൃകാപരമായ തീരുമാനവുമായി പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ MJ. പൂഞ്ഞാറിൽ R. ശങ്കര മെമ്മോറിയൽ UP സ്കൂളിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു ഈ വേറിട്ടതും മാതൃകാപരവുമായ MLAയുടെ പ്രഖ്യാപനം. ഒരു കിണറിന് കൊണ്ട് 5000 രൂപ സബ്സിഡി തരിക, എന്നിട്ട് ഒരു മുക്കാച്ചാൻ നീളത്തിലുള്ള റോഡ് ടാർ ചെയ്ത് വെച്ചിട്ട് ചെണ്ട മേടിച്ച് കൊട്ടിക്കൊണ്ടിട്ട് പേരെല്ലാം എഴുതി ഒട്ടിച്ചു വെക്കുക. ഇങ്ങനത്തെ ഒരു പണി MLAയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഞാൻ MLA ഫണ്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദയവീത് എന്റെ പേര് അതിൽ എഴുതി വെച്ചേക്കല്ലേ. പഞ്ചായത്ത് പ്രസിഡന്റിനോടും പറഞ്ഞിട്ടുണ്ട്, ജിജോയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, സർക്കാരിന്റെ ഫണ്ടെടുത്ത് നിങ്ങൾ കൊടുത്ത ടാക്സ്, ഞാനും കൊടുത്ത ടാക്സ് സർക്കാർ വന്നിട്ട് അത് MLAയുടെ ഫണ്ടാണെന്ന് പറഞ്ഞ് എന്റെ പേരും വീട്ടുകാരും എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? നാണം കെട്ട പണി. അല്ല, എനിക്കതൊരിക്കലും മാനസികമായി യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഫണ്ട് എഴുതി വെച്ചാണ് ഗവൺമെന്റ് ഫണ്ട്. ഇത് എന്റെ ഡ്യൂട്ടിയാണ്. അതല്ലാതെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ശേഷം ഞാൻ വകുപ്പ് പറയേണ്ടതല്ല. ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്, കർമ്മം ചെയ്യുക ഫലമിച്ഛിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മം ചെയ്യാനായിട്ടാണ് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ചെണ്ട കൊട്ടി ഞാനിതിൽ നടക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ഭംഗിയായി പോകും. കൊല്ലപ്പള്ളി തോട് നവീകരണം ഫലം കണ്ടു. വെള്ളപ്പൊക്ക ഭീഷണി ഒഴിഞ്ഞതായി നാട്ടുകാർ പറയുന്നു. പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മാണി സി കാപ്പൻ MLA സ്ഥലം സന്ദർശിച്ചു. വർഷങ്ങളായി മഴക്കാലത്ത് വെള്ളപ്പൊക്കം നേരിട്ടിരുന്ന കൊല്ലപ്പള്ളിയിൽ തോട് വീതി കൂട്ടി വൃത്തിയാക്കിയതോടെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നു. നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിച്ച മാണി സി കാപ്പൻ MLA സ്ഥലം സന്ദർശിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മഴക്കാലത്ത് തോട്ടിൽ പോളയും മാലിന്യവും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും ഇതുമൂലം പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യുന്നത് പതിവായിരുന്നു. തോട് വീതി കൂട്ടി വൃത്തിയാക്കിയതോടെ വെള്ളം സുഗമമായി ഒഴുകുന്നതിനും വെള്ളക്കെട്ട് ഒഴിവാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയതായി അവർ പറഞ്ഞു. MLAയുടെ ഇടപെടലിലൂടെ ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന് പ്രദേശവാസികൾ മാണി സി കാപ്പൻ MLAയോടും കൊല്ലപ്പള്ളി വാർഡ് മെമ്പർ ജ്യോതിലക്ഷ്മിയോടും നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിന്ന് തോട് നവീകരണത്തിന് നേതൃത്വം നൽകിയ MLAയ്ക്ക് വാർഡ് മെമ്പർ ജ്യോതിലക്ഷ്മി നന്ദി രേഖപ്പെടുത്തി. സ്ഥല സന്ദർശനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി ചാക്കാട്ട്, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ് വടക്കേക്കര എന്നിവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. നിരവധി പ്രദേശവാസികളും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ അടിയറവ് പറഞ്ഞെന്ന് മുൻ മന്ത്രി VN വാസവൻ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം തകർന്നെന്നും വാസവൻ. ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ ആർപ്പൂക്കര ചുണ്ടൻ നീരണിയുന്നു. ഓഗസ്റ്റ് 2 വള്ളം നീറ്റിലിറക്കും. ആർപ്പൂക്കര ഗ്രാമത്തിന്റെ ആഗ്രഹം പൂർത്തിയായെന്ന് ഭാരവാഹികൾ. കോട്ടയം ജില്ലയിൽ നാളെയും ഓറഞ്ച് അലർട്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം. പാലായിൽ നഗരസഭാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 19. ലിസിക്കുട്ടി മാത്യുവിനെയോ മായ രാഹുലിനെയോ LDF പിന്തുണയ്ക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.